കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ രണ്ടാമത്തെ എവേ മത്സരത്തിനായി ഒരുങ്ങിയാണ്. ആൻഡ് ദെയർ അപ്പോണന്റ് ഈസ് വെരി സ്ട്രോങ്. ഒഡീസ്യ എഫ് സി അല്ല, ലൊബേറയുടെ ഒഡീസ്യ എഫ് സി. കഴിഞ്ഞ സീസണിലെ ഒരുപാട് കണക്കുകൾ തീർക്കാൻ ഇവിടെ ബ്ലാസ്റ്റേഴ്സിനുണ്ട്. കഴിഞ്ഞ എലിമിനേഷൻ റൗണ്ടിൽ നമ്മളെ പുറത്താക്കിയതും ഗ്രൂപ്പ് സ്റ്റേജിലെ രണ്ടാം ലെഗിൽ നമ്മളെ തോൽപ്പിച്ചതിൻ്റെയും ആ ഒരു കടം വീട്ടാൻ ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ആൻഡ് ഇപ്പോഴത്തെ ഒഡീസ്യ എഫ് സി എന്ന് പറയുന്നത് സീസണിൻ്റെ തുടക്കത്തിൽ തോൽവി ഏറ്റുകൊണ്ടാണ് അവർ വന്നതെങ്കിൽ കഴിഞ്ഞൊരു മത്സരം കണ്ടവർക്ക് അറിയാം അവരവരുടെ താളം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒഡീസ്യ എഫ് സി വലിയൊരു വെല്ലുവിളി തന്നെ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഉയർത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ആൻഡ് അവരുടെ സ്ക്വാഡ് തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് എടുത്ത് പരിശോധിക്കാം. ഫോറിൻ നിരയിൽ നമുക്ക് പറയേണ്ട പേരുകളെല്ലാം ഡേഞ്ചർ ആയിട്ടുള്ള പ്ലെയേഴ്സ് തന്നെയാണ്. മൊർത്തോഡ ഫോൾ, ഡിയോഗോ മൊറീഷ്യോ, റോയ് കൃഷ്ണ, ഹ്യൂഗോ ഗോമസ് ആൻഡ് ആമജാഹു. ഈ പേരുകൾ തന്നെ മതി ഇവരുടെ ക്വാളിറ്റി എന്താണ് എന്ന് അറിയാനുള്ളത്. കാരണം നമുക്കെല്ലാവർക്കും ഇവരുടെ എല്ലാ ക്വാളിറ്റിയും അറിയാവുന്നതാണ്. ആമജാഹുവിൽ നിന്ന് വരുന്ന ലോങ് ബോളുകൾ വിദഗ്ധമായി ഗോളാക്കാൻ ഒരുപാട് താരങ്ങളാണ് ഉള്ളത്. ആൻഡ് ഇന്ത്യൻ താരങ്ങളും അതുപോലെ തന്നെയാണ്. രണ്ട് ജെറികളും അവിടെ ഉണ്ട്. ആൻഡ് ഇസാഖ് അതുപോലെ തന്നെ റഹീം അലിയെ പോലെ വളരെ വിദഗ്ധമായ സ്ട്രൈക്കേഴ്സ് മുന്നിലുള്ളതും അതുപോലെ മിഡിൽ നല്ല രീതിയിൽ വിങ്ങിയിൽ കളിക്കാനുള്ള പ്ലെയേഴ്സും ഒരു വളരെ താരസമ്പന്നമായിട്ടുള്ള ഒരു സ്ക്വാഡ് തന്നെയാണ് ഒഡീസ എഫ് സിക്ക് ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പ്രഷർ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻഡ് മിഡ്ഫീൽഡ് ഗെയിം നമ്മൾ മാക്സിമം പൂട്ടേണ്ടതാണ്. പ്രത്യേകിച്ച് പറയേണ്ടത് ഹ്യൂഗോ ഗോമസിനെയൊക്കെ ഫ്രീ ആയി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുള്ളി സിമ്പിളായി ഒന്നില്ലെങ്കിൽ പുള്ളി ഗോളാക്കും, ഇല്ല പറഞ്ഞ കളിക്കാരന് അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഗോളാക്കുന്ന രീതിയാണ് പുള്ളിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഹ്യൂഗോ ഗോമസിനെ പൂട്ടേണ്ടത് അത്യാവശ്യമാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു മത്സരത്തിൽ ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ 2 മത്സരങ്ങളും നല്ല മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസമാണ്. കഴിഞ്ഞൊരു മത്സരത്തിൽ വിജയം നമ്മളെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ പോലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ആണ് ആ ഒരു മത്സരം ഡോമിനേറ്റ് ചെയ്ത് കളിച്ചത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൽ വലിയ ലൈനപ്പിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് ആ ഒരു കളി രീതിയെ മാറ്റണം എന്നുള്ളത് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതാണ്. ആൻഡ് എയ്ബന് പരിക്ക് പറ്റിയിരിക്കുന്നത് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഡിഫൻസ് ഇപ്പോഴും ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഡിഫൻസാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിനുള്ളത്. പ്രീതം കോട്ടാലും അതുപോലെ തന്നെ മിലോസും ആണ് ആ ഒരു ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ പിടിച്ചു നിർത്തുന്നത്. സന്ദീപ് ആയിരിക്കും ആ ഒരു ഡിഫൻസ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടത്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി സന്ദീപിൻ്റെ ഭാഗത്തു നിന്നും നല്ല ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട്. അതെല്ലാം മാറ്റി നിർത്തേണ്ടത് തന്നെയാണ്. ആൻഡ് മിഡ്ഫീൽഡിലാവട്ടെ അഡ്രിയാൻ ലൂണ ക്വൈഫിന് പകരം വരാനുള്ള ചാൻസുകൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അഡ്രിയാൻ ലൂണയെ കൊണ്ടുവന്ന് ഡാനിഷ് ഫാറൂഖിന് പകരക്കാരനായിക്കൊണ്ട് മറ്റേതെങ്കിലും ഒരു താരങ്ങളെ കൊണ്ടുവന്ന് പരീക്ഷിക്കുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആൻഡ് രാഹുൽ കെ പിക്ക് പകരം എയ്മനെ ഫസ്റ്റ് 11ലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ആണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്തായാലും ആ ഒരു മിഡ്ഫീൽഡിലെ ഗെയിം ബ്ലാസ്റ്റേഴ്സിന് ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു മത്സരം കയ്യിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് അവരുടെ മിഡ്ഫീൽഡിലെ ഡോമിനേഷൻ കംപ്ലീറ്റ് ആയിട്ട് കൂട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് 11ൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ അഡ്രിയാൻ ലൂണയെ ക്വൈഫിന് പകരം കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എന്തായാലും ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.